ഈ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ നേരിട്ടത്. ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ഏകീകരണമാണ് ആ തോൽവിക്ക് കാരണമെന്ന് പറയപ്പെടുന്നുണ്ട്. അത് എത്രത്തോളം സത്യമാണ്? അങ്ങനെയല്ല. സത്യത്തിൽ ഹിന്ദു വോട്ടുകളുടെ ഏകീകരണമാണ് യഥാർത്ഥത്തിൽ CPM-നെ തോൽപ്പിച്ചത്. കേരളത്തിൽ ഹിന്ദു ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങൾ തന്നെ ഏതാണ്ട് 80-നടുത്തുണ്ട്. 71-നും 80-നും ഇടയ്ക്കാണ്. കൃത്യമായ സംഖ്യ എനിക്ക് ഓർമ്മയില്ല. അത്രയും മണ്ഡലത്തിലുണ്ട്. CPM എത്രയിടത്ത് ജയിച്ചു? 35 മാത്രം. ബാക്കി ഹിന്ദു ഭൂരിപക്ഷം മണ്ഡലത്തിൽ പോലും തോറ്റതെന്തുകൊണ്ടാണ്? ഹിന്ദു വോട്ടുകളുടെ ഏകീകരണം വന്നുകൊണ്ടാണ്. അപ്പോൾ മുസ്ലിം ഭൂരിപക്ഷം മണ്ഡലങ്ങൾ എന്ന് പറഞ്ഞെടുക്കാനില്ല. അതേസമയം മുസ്ലിങ്ങളുടെ വോട്ട് വ്യാപകമായിട്ട് UDF-ന് പോയിട്ടുണ്ടാവും, ഇല്ല എന്നല്ല. ക്രിസ്ത്യൻ വോട്ടുകളും പോയിട്ടുണ്ട്. പക്ഷേ ഇത്തവണ ഒരു പ്രത്യേക സംഭവം ഉണ്ടായതെന്ന് വെച്ചാൽ മുഴുവനായിട്ട് ഹിന്ദു വോട്ടുകൾ വലിയ തോതിൽ CPM-നകത്തുനിന്ന് നേരെ UDF-ലേക്ക് പോയി. ഇതിന് കാരണമുണ്ട്. ഇതിന് ഏറ്റവും പ്രധാന കാരണം ശബരിമല സ്വർണ്ണപ്പാളി വിഷയം, തന്ത്രിയെ ജയിലിലിട്ടത്, ഇത് മൂന്നുമാണ്. ഇത് ചെറിയ വിഷയമല്ല. കേരളീയ ജനത സഹികെട്ടു എന്നുള്ളതാണ് അർത്ഥം. നമ്മളത് ആലോചിച്ച് നോക്കണം. കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ അന്നും വ്യാപകമായൊരു തോൽവി CPM-നുണ്ടായി. 7 ജില്ലാ പഞ്ചായത്തുകൾ CPM-നും 7 LDF-നും 7 UDF-നും എന്നുള്ളതായിരുന്നു. അതിൽ തന്നെ നോക്കുമ്പോഴത്തേക്കും ജില്ലാ പഞ്ചായത്തുകളുടെ ഡിവിഷൻസ് നോക്കുമ്പോൾ ഭൂരിഭാഗം കിട്ടിയിരിക്കുന്നത് UDF-നാണ്. എന്ന് വെച്ചാൽ UDF ഭരണം വരും എന്നുറപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ജനവിധി അന്നുണ്ടായി എന്ന് കാണാം. അന്നുണ്ടായ രാഷ്ട്രീയ സാഹചര്യത്തിൽ സാമൂഹ്യ സാഹചര്യം എന്തായിരുന്നു നോക്കുക. ആ സമയത്ത് പത്മകുമാർ ജയിലിൽ പോകുന്നു, വാസു എന്നൊരാൾ ജയിലിൽ പോകുന്നു. എന്തിൻ്റെ പേരിൽ? പോറ്റി ജയിലിൽ പോകുന്നു, സ്വർണ്ണപ്പാളി കെട്ടതിൻ്റെ പേരിൽ അല്ലേ. അപ്പോൾ അന്നത്തെ കത്ത് എന്ന വിഷയം സ്വർണ്ണപ്പാളിയായിരുന്നു. ഓരോ വീട്ടിലും CPM-ൻ്റെയും LDF-ൻ്റെയൊക്കെ ആൾക്കാർ വോട്ട് ചെയ്യിക്കാൻ ചെല്ലുമ്പോൾ സ്ത്രീകൾ ചോദിക്കുന്നുണ്ട്, അയ്യപ്പൻ്റെ സ്വർണ്ണം കെട്ടതെന്തിനാ? ഇതും പോരാഞ്ഞിട്ട് ഇവർ തന്ത്രിയെ ജയിലിലിട്ടു. ഈ തന്ത്രിയെ ജയിലിലിട്ട് നിഷ്കളങ്കമായൊരു പ്രവൃത്തിയാണെന്ന് കേരളത്തിലെ ഹിന്ദു സമൂഹം വെച്ചിട്ടില്ല. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. കാരണം കടകംപള്ളി സുരേന്ദ്രൻ എന്താ പറഞ്ഞേ? ദൈവസമാനരായ വ്യക്തികളിലേക്ക് അന്വേഷണം പോകും, അവർ കുടുങ്ങും എന്നല്ലേ പറഞ്ഞത്. ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്തായിരുന്നു? ആ ദൈവസമാനൻ ആരാണ്? തന്ത്രിയുടെ പിതൃസ്ഥാനത്തുള്ള ആൾ എന്ന് പറയുന്ന, അല്ല, ഈ അയ്യപ്പൻ്റെ ഇല്ലെങ്കിൽ പ്രതിഷ്ഠയുടെ പിതൃസ്ഥാനത്തുള്ള ആൾ എന്ന് പറയുന്ന തന്ത്രിയെ ജയിലിലിട്ടു. ഇതാണ് കുഴപ്പമുണ്ടായത്. അതോടുകൂടി സത്യം പറഞ്ഞാൽ കേരളത്തിലെ ഹിന്ദു മനസ്സ് വല്ലാണ്ട് നൊന്തു. തന്ത്രി എന്നൊരു ബ്രാഹ്മണനെ ജയിലിലിട്ടാൽ കേരളത്തിലെ വിവിധ ജാതി സമൂഹങ്ങളിൽപ്പെട്ട ഹിന്ദുക്കൾക്ക് വേദനിക്കുമോ എന്നൊരു ചോദ്യം ചോദിക്കേണ്ടി വരും. വേദനിക്കുമെന്നാണ് ഉത്തരം. കാരണം എന്താ? കാരണം ജാതിരഹിതമായിട്ട് എല്ലാവരും ആരാധിക്കുന്ന ഒരു ദൈവമാണ് അയ്യപ്പൻ. ഇവിടെ ക്ഷേത്രപ്രവേശന വിളംബരമൊക്കെ വരുന്നതിന് മുമ്പ് ശബരിമല പ്രവേശനം ഉണ്ടായിരുന്നു. എല്ലാ ജാതിക്കാരും അയ്യപ്പനെ ആരാധിച്ചിരുന്നവരാണ്. ഇവിടെയുള്ള നായരായാലും ഈഴവരായാലും നമ്പൂരിയായാലും പട്ടരായാലും പുലേരായാലും എല്ലാവർക്കും അയ്യപ്പനുണ്ടായിരുന്നു. എല്ലാവർക്കും ശാസ്താവുണ്ട്. അവരെല്ലാം ആരാധിച്ചിരുന്നതാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. കേരളത്തിൽ അങ്ങ് കാസർഗോഡ് തൊട്ട് അങ്ങ് തെക്ക് പാറശാല വരെ, ഇല്ല വേണ്ട കന്യാകുമാരി വരെ ഒരേ രീതിയിൽ ആരാധന നടത്തുന്ന ദൈവം അയ്യപ്പൻ അല്ലേ. ഒരേ കറുപ്പ് കൊണ്ടെടുത്ത് മലയ്ക്ക് പോകുന്നു, ഒരേ രീതിയിൽ മാലയിടുന്നു, ഒരേ രീതിയിൽ ശരണം വിളിക്കുന്നു, ഒരേ രീതിയിൽ കെട്ടു നിറയ്ക്കുന്നു. അയ്യപ്പനെ കൊണ്ടുവെക്കുന്നത് നെയ്ത്തേങ്ങയിൽ നെയ്യ് നിറയ്ക്കുന്ന പോലെ ഒരേ രീതിയാണ്. ഇതങ്ങ് കാസർഗോഡ് എടുത്ത് തിരുവനന്തപുരം വരെ ഒരുപോലെയാണ്. എല്ലാ ജനതയുടെയാണ് ഇവിടെ. ആ അയ്യപ്പന് ക്രിസ്ത്യാനികളെ അവിടെ പോവില്ലേ? പോവും. മുസ്ലിങ്ങൾ പോകാറില്ലേ? പോകുന്നവരുണ്ട്. കൊല്ലം ഭാഗത്തൊക്കെ എനിക്കറിയാം അങ്ങനെ പോകുന്നവരുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ജാതി മതത്തിനപ്പുറത്തേക്ക് എല്ലാവരുടെയും ദൈവമാണ് അയ്യപ്പൻ. ആ അയ്യപ്പൻ്റെ ക്ഷേത്രത്തിലെ പ്രധാന പുരോഹിതൻ എന്ന് പറയുന്നത് തന്ത്രിയാണ്. ആ തന്ത്രിയെ പിടിച്ച് ജയിലിലിട്ടു. ശരി, അവിടെ ഒരു ചോദ്യമുണ്ട്. തന്ത്രി വല്ലതും മോഷ്ടിച്ചിട്ടാണോ ജയിലിലിട്ടത്? അവസാനം കോടതിയുടെ പരാമർശം എന്തായിരുന്നു? ഈ മനുഷ്യനെ പിടിച്ച് ജയിലിലിടാൻ എന്ത് തെളിവായിരുന്നു ഉണ്ടായിരുന്നത് എന്നാണ് ചോദിച്ചത്. അപ്പോൾ എന്തെങ്കിലും തെളിവ് വേണ്ടേ? തെളിവില്ല എന്ന് ജനങ്ങൾക്ക് VD മോഡി ED എന്നൊക്കെ പറയാമെങ്കിലും സംഭവം വളരെ സിമ്പിളാണ്. പിണറായി കാലം അവസാനിച്ചു. പിണറായി അജയ്യനായിട്ട് നിന്നിരുന്ന കാലം ഉണ്ടായിരുന്നു. അഹങ്കാരത്തോട് നിന്നിരുന്ന കാലം ഉണ്ടായിരുന്നു. അങ്ങനെ അഹങ്കാരം മൂത്ത് നാട്ടുകാരെ പിടിച്ചതിൽ രക്ഷാപ്രവർത്തനം നടത്തിയൊരു കാലം ഉണ്ടായിരുന്നു. ഞാൻ സത്യത്തിൽ ഇപ്പോൾ കമ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് രക്ഷാപ്രവർത്തകർ അവരകത്ത് പോകും, പിണറായി അകത്ത് പോകും. ചിലപ്പോൾ പിണറായിയുടെ മോൾ ഓൾമോസ്റ്റ് അകത്ത് പോകുമെന്ന് ഉറപ്പായി. മാസപ്പടി കേസാണല്ലോ ഇവിടെ മുഖ്യമായിട്ട് നിൽക്കുന്നത്. അതിൽ ED അന്വേഷിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് കോടതി പോയായിരുന്നു. കോടതി ചവറ്റുകൊട്ടയിലിട്ടു ആ ഹർജിയൊക്കെ. ചുരുക്കി പറഞ്ഞാൽ പിണറായിക്ക് കാലം മാറി. കറക്റ്റ് ശനിദേശയുടെ തുടക്കമല്ലേ എന്ന് സംശയമുണ്ട്. എന്തായാലും ഇന്നലെ ഒരു അഹങ്കാരങ്ങളിൽ വിരാജിച്ചുകൊണ്ട് നാട്ടുകാരുടെ നെഞ്ചത്തുകൂടി ഒരു കറുത്ത കാറ് ഓടിച്ച് ഒരു കരിങ്കൊടി കാണിക്കുന്നവരെ വാരിച്ചിട്ട് തല്ലി ഈ കേരളത്തെ മുഴുവൻ ഒരുമാതിരി അവജ്ഞയുടെയും ഭീതിയുടെയൊക്കെ പുറത്ത് നിർത്തിയ ഒരു പിണറായി, അദ്ദേഹം ലാവ്ലിംഗ് കേസ് ഒരിക്കലും അന്വേഷണം നടക്കാത്ത വിധത്തിൽ നീട്ടി പോകുമായിരുന്നു. എല്ലാ കാലവും മാറിയിരിക്കുന്നു. പിണറായിയുടെ വീട് റെയ്ഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അതെന്ന് പറഞ്ഞാൽ പാർട്ടിക്കകത്ത് തന്നെ ഇപ്പോൾ പിണറായിയെ സത്യം പറഞ്ഞ ആൾക്കാർക്ക് ഭയമൊന്നുമില്ല. എല്ലാ കാലവും മാറി. പിണറായിയുടെ കോട്ടകളിൽ പോലും സ്വന്തം നിയമസഭാ മണ്ഡലത്തിൽ പോലും കഷ്ടി ജയിച്ച ആളാണ് പിണറായി. അവിടുത്തെ CPM-കാർ
എന്നും എക്കാലത്തും എന്തു വന്നാലും പാർട്ടി ചിഹ്നത്തെ മാത്രം വോട്ട് ചെയ്യുന്നവർ തിരിച്ചു കുത്തിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ CPM-ന് ആൾട്ടർനേറ്റീവ് ഉണ്ട് എന്ന് ജനങ്ങൾ ചിന്തിക്കുന്ന കാലമായി. CPM-ന് വരെ ഇനി BJP മതി എന്ന് ജനങ്ങൾ ചിന്തിക്കുന്ന കാലമായി. CPM-ൻ്റെ ഹിന്ദുവിരുദ്ധ നിലപാട് കൊണ്ട് ഹിന്ദുക്കളായിട്ടുള്ള CPM വോട്ടേഴ്സ് തന്നെ CPM-നെതിരെ വോട്ട് ചെയ്യണ കാലം വന്നു. അതിൻ്റെ താൽക്കാലികമായിട്ട് അവർ കോൺഗ്രസ് വോട്ട് ചെയ്തു. പക്ഷേ ഇനി അങ്ങോട്ട് ആ വോട്ടേഴ്സ് പോലും BJP-യിലേക്ക് തിരിയും. ഇങ്ങനത്തെ കാലം വന്നിരിക്കുകയാണ്. ഇതിൻ്റെ എല്ലാം മുന്നോടിയും നാന്തിയും മാത്രമാണ് ഇപ്പോൾ ഉണ്ടാകുന്ന സംഭവങ്ങൾ. എന്തായാലും ദീർഘകാലം കാണിച്ച അഴിമതികൾ ചോദ്യം ചെയ്യപ്പെട്ടു തുടങ്ങി എന്നർത്ഥം. ED റെയ്ഡ് അതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പം ED മോഡി VD എന്നൊക്കെ പറഞ്ഞ് താരതമ്യം ചെയ്താലും VD സതീശനൊന്നും സത്യം പറഞ്ഞാൽ BJP-ക്കോ മോഡിക്കോ കൂടെ ആഗ്രഹം ഉണ്ടാവില്ല. അയാൾ കേരള മുഖ്യമന്ത്രിയാണ് എന്നുള്ള ബഹുമാന്യത തീർച്ചയായിട്ടും കൊടുക്കും. അത് കൊടുക്കാതിരിക്കുന്നില്ല. കാരണം അദ്ദേഹം അങ്ങനത്തെ ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന ആളാണ്. പക്ഷേ അവിടെ രാഷ്ട്രീയമായിട്ട് സഖ്യങ്ങളൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ കോൺഗ്രസുമായിട്ട് രാഷ്ട്രീയ സഖ്യം എന്ന് പറയുന്നത് BJP-യെ സംബന്ധിച്ച് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. CPM തകർന്നോട്ടെ, കോൺഗ്രസും തകർന്നോട്ടെ, ഇതിലൊരാളെ പൊക്കിക്കൊണ്ട് വന്നിട്ട് അവനെ വിജയിപ്പിക്കുക എന്നുള്ള നടപടിയൊന്നും BJP-ക്കില്ല. അതുകൊണ്ട് കോൺഗ്രസിനോടും CPM-നോടും BJP-ക്ക് ഒരേ സമീപനം തന്നെയാണ്. അഴിമതിയുടെ ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ മാത്രമാണ്. നമ്മളെ എങ്ങനെ എടുത്ത് നാണയം ടോസ് ചെയ്താലും കിട്ടുന്ന സാധനം അഴിമതിയായിരിക്കും. LDF UDF തന്നെ അത് ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ തന്നെയാണ്. BJP-ക്ക് അക്കാര്യത്തിൽ ആരോടും സോഫ്റ്റ് കോർണറില്ല. പിന്നെ അഴിമതിക്കെതിരെ ഒരു പോരാട്ടമുണ്ട്. മമതയ്ക്കെതിരെ ഇതേപോലെ പോരാടിയിട്ടുണ്ട്. ലാലു പ്രസാദ് അതിനെ പോരാടിയിട്ടുണ്ട്. ഓരോ സ്ഥലത്തും അഴിമതി കാണിക്കുന്നവർക്കെതിരെ BJP പോരാടിയിട്ടുണ്ട്. പിന്നെ ഒരു കേസ് വന്നാൽ അന്വേഷിക്കേണ്ട അങ്ങനത്തെ കുറേ ഏജൻസികളിലൂടെ ഉണ്ട്. CBI ഉണ്ട്, ED ഉണ്ട്. അവരുടെ മുന്നിൽ കേസ് വന്നാൽ അവർക്ക് അന്വേഷിച്ചല്ലേ പറ്റുള്ളൂ. അവർക്ക് റെയ്ഡ് ചെയ്യേണ്ടടുത്ത് റെയ്ഡ് ചെയ്യും. പിണറായിയെ റെയ്ഡ് ചെയ്യണമെങ്കിൽ അവർ പിണറായിയെ റെയ്ഡ് ചെയ്യും. അങ്ങനത്തെ കാലമായി. ഇന്നലെ വരെ മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്നുകൊണ്ട് അദ്ദേഹം പല സംരക്ഷണങ്ങൾ ചുറ്റുമൊരുക്കി വെച്ചു. ഇനിയിപ്പോൾ അങ്ങനെ സംരക്ഷണമൊന്നും ഒരുക്കാനില്ല. VD സതീശനായിട്ട് പ്രത്യേകിച്ച് പിണറായിക്ക് ഒരു സംരക്ഷണം കൊടുക്കുമെന്നും തോന്നുന്നില്ല. പിന്നെ മാസപ്പടി കേസ് ഓൾമോസ്റ്റ് ഉറപ്പാണ് ആർക്കൊക്കെ എന്തൊക്കെ കിട്ടിയെന്നുള്ളത്. അതിൽ EDക്ക് നടത്താനുള്ള അന്വേഷണം EDക്ക് നടത്തിയേ പറ്റുള്ളൂ. അവരെ തടയാനും പറ്റത്തില്ല. കോടതി അനുമതി കൊടുത്തല്ലോ. കോടതിയുടെ വാറണ്ടില്ലാണ്ട് ഈ റെയ്ഡൊന്നും നടത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ ചുരുക്കത്തിൽ ആ റെയ്ഡൊക്കെ തെറ്റാണെങ്കിൽ അത് പിണറായി കോടതിയിൽ പോയിട്ട് കോടതിയെ കൊണ്ട് പറയിക്കട്ടെ. നിയമം അവിടെ എന്താണെന്ന് വെച്ചാൽ പറയട്ടെ. ഇവിടെ നിയമത്തിനൊന്നും എതിരഭിപ്രായം ഇല്ലെന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് പിണറായി കാലം അവസാനിച്ചിരിക്കുന്നു എന്ന് ശംഖനാദം മുഴക്കിക്കൊണ്ടാണ് EDയുടെ റെയ്ഡ് നടക്കുന്നത്. ഇനി CPM-നകത്ത് നിന്നും പിണറായിയെ തള്ളി പറയാൻ തുടങ്ങും. പ്രതിപക്ഷ നേതാവായിട്ട് ഈ നിയമസഭയുടെ കാലം മുഴുവൻ ഇരിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. നാളെ അവസാനം ഈ പ്രതിപക്ഷ നേതാവിനെ പോലും മാറ്റി വേറെ ആളെ CPM-ന് വെക്കേണ്ടി വരുമായിരിക്കും. അത്തരൊരു കാലം വന്നേക്കും. കാരണം പിണറായിയുടെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ അഴിമതികൾ ഇന്ന് പാർട്ടിക്ക് വെളിയിലാണ് ചോദ്യം ചെയ്യപ്പെടുന്നതെങ്കിൽ നാളെ CPM-നകത്ത് പോലും ചോദ്യം ചെയ്യപ്പെടും. അതിൻ്റെയൊക്കെ ഒരു തുടക്കമായിട്ട് മാത്രം ഇപ്പോഴത്തെ ED റെയ്ഡിനെ കണ്ടാൽ മതി. മനസ്സിലായി? കോടതിയുടെ പരാമർശം കേട്ടപ്പം ഒരു തെളിവില്ലാതെ അവസാനം തന്ത്രിയെ കോടതിക്ക് സ്വാഭാവിക ജാമ്യം കിട്ടിയതല്ല. 90 ദിവസം അകത്ത് കിടന്നിട്ട് കുറ്റപത്രം സമർപ്പിക്കാണ്ട് വരുമ്പോൾ കിട്ടുന്ന ജാമ്യമല്ല. കോടതി തെളിവില്ല എന്ന് കണ്ട് വിട്ടയച്ചാണ്. അപ്പോൾ ആർക്ക് വേണ്ടിയിട്ട്? അവിടെയാണ് കടകംപള്ളി മുമ്പ് പറഞ്ഞ പരാമർശം പ്രധാനമാവുന്നത്. എന്നിട്ട് കടകംപള്ളി ജയിലിൽ പോയോ? ഇല്ല. ജനങ്ങളൊക്കെ വിചാരിച്ചിരിക്കുന്നത് കടകംപള്ളി സുരേന്ദ്രനെ രക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് തന്ത്രിയെ ജയിലിലിട്ടതെന്നാണ്. ഈയൊരു ചിന്ത വ്യക്തമായിട്ട് ജനങ്ങൾക്കുണ്ടായി. ഇതിലുള്ള രോഷമുണ്ട്. കേരളത്തിലെ ഹിന്ദു സമൂഹത്തിന് ശക്തമായ രോഷമുണ്ട്. ആ രോഷം അവർ ബാലറ്റിൽ കാണിച്ചു. അവർ CPM-നെതിരെ വോട്ട് കുത്തി. പിന്നെ ഇത് 3 പ്രധാനപ്പെട്ട കാരണങ്ങളാണെങ്കിൽ, അതായത് സ്വർണ്ണപ്പാളി വിഷയം എന്നുള്ളത്, ശബരിമലയിലെ പൊതുവിലുള്ള വിഷയങ്ങൾ, അതുകൂടാതെ തന്ത്രിയെ ജയിലിലിട്ടത്, ഇതുകൂടാതെ കേരളത്തിലെ ദേവസ്വത്തിൻ്റെ കയ്യിലിരിക്കുന്ന എല്ലാ അമ്പലങ്ങളിലും പ്രശ്നമുണ്ട്. എല്ലായിടത്തും CPM-കാർ കമ്മിറ്റി ഇരിക്കുക. ഇവരവിടെ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത്? ഒരാചാരവും ഒരു കാര്യവും നോക്കാതെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. ക്ഷേത്രഭരണങ്ങൾ നാനാവിധമാക്കുന്നു. ക്ഷേത്രഭൂമികൾ കയ്യേറി പോകുന്നു. ക്ഷേത്രങ്ങളിലെ പണമെടുത്ത് ദുർവിനിയോഗം ചെയ്യുന്നു. ഇതെല്ലായിടത്തും പ്രശ്നമാണ്. ശബരിമല വിഷയം എല്ലാവരും വ്യാപകമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ പ്രാദേശികമായിട്ട് ഓരോ സ്ഥലത്തും CPM-കാർ ക്ഷേത്രങ്ങളിൽ കാട്ടിക്കൂട്ടുന്നത് ചർച്ചയിലാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ തന്നെ വടക്കൻ കേരളത്തിൽ നിന്നും പണ്ട് ആൾക്കാരെ നിയമിക്കില്ലായിരുന്നു. ഇന്ന് കണ്ണൂർ ഭാഷ സംസാരിക്കുന്ന ഒത്തിരി പേര് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ജീവനക്കാരായിട്ട് വന്നിട്ടുണ്ട്. അപ്പം പ്രധാനമായിട്ട് അവിടുന്ന് CPM നിയമിക്കണമെങ്കിൽ പാർട്ടി നിയമനമാണ്. ഒരിക്കൽ ഒരു ദേവസ്വം ജീവനക്കാരനോട് പറഞ്ഞു, പുതുതായിട്ട് ഈയിടെ രാഷ്ട്രീയ നിയമനം പോലെ കയറി വന്നതായിരിക്കും ഒരു കഴകക്കാരൻ. അയാൾ ഉണ്ടാക്കി വെച്ച പായസം ദേവന് നേദിക്കുന്ന മുമ്പ് എടുത്ത് കുടിച്ചു എന്ന്. എന്തൊരു കഷ്ടമാണ്. അവനെ അതുപോലും അറിയാൻ മേല എന്ന് പറഞ്ഞാൽ ഈ പാർട്ടിക്കാർ കൊണ്ട് നിയമിച്ച ഈ ആൾക്കാർക്ക് ക്ഷേത്ര ആചാരം എന്നാണെന്നറിയാൻ മേല, ക്ഷേത്രത്തിന് എന്താ ചെയ്യേണ്ടതെന്നറിയാൻ മേല, നേദ്യം എന്തിനാണെന്നറിയാൻ മേല, പൂജ എന്തിനാണെന്നറിയാൻ മേല. അവിടെ ഇരിക്കുന്നത് ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് അവനറിയില്ല. ദൈവവിശ്വാസിക്കുള്ളതാണേ. വിശ്വാസിക്കുള്ളതാണ് ക്ഷേത്രമെങ്കിൽ അവിടെ ജോലി ചെയ്യണതിനും വിശ്വാസിയായിരിക്കണം, അല്ലാതെ പാർട്ടി മെമ്പർ ആയിരിക്കരുത്. ഇതിനൊക്കെ കൂടെ കേരള ജനത കൃത്യമായിട്ടൊരു മറുപടി അങ്ങോട്ട് കൊടുത്തു. കേരളത്തിലെ ജാതി മത നിരപേക്ഷമായിട്ട് എല്ലാവരും CPM-നെതിരെ വോട്ട് ചെയ്തു. ശബരിമല വിഷയത്തിൽ എല്ലാ ജാതിയിലുംപ്പെട്ട ഹിന്ദുക്കൾ ഇവർക്കെതിരായി. നേരത്തെ തന്നെ പലരെയും പണ്ടും പല രീതിയിൽ പ്രകോപിപ്പിച്ച് വെച്ചിട്ടുണ്ട്. 2019 സത്യത്തിൽ ഹിന്ദു സമൂഹത്തിനകത്ത് ഒരു ഭിന്നത ഉണ്ടാക്കി അവർ ജയിച്ചു എന്ന് വേണം പറയാൻ. കാരണം
ഈഴവ സമൂഹത്തിൻ്റെ പിന്തുണ അന്ന് കിട്ടി. ഇത്തവണ അതും കിട്ടിയില്ല. ഈഴവരായിട്ടുള്ള CPM വോട്ടേഴ്സ് CPM വെളിയിൽ പോയി. അവരും ഇക്കാര്യത്തിൽ വളരെയധികം രോഷത്തിലായിരുന്നത്. എല്ലാവരും കൊണ്ടുപോയി അവസാനം കോൺഗ്രസ്സിന് വോട്ട് കുത്തി കാണും. കുറേ പേര് BJPക്ക് വോട്ട് ചെയ്തത്. കാരണം BJPക്ക് ചിലയിടത്ത് വോട്ട് കുറഞ്ഞു കാണും. പക്ഷേ BJP 3 സീറ്റ് എന്തുകൊണ്ട് ജയിച്ചു? BJPക്ക് ജയിക്കാൻ സാധ്യതയുള്ളിടത്ത് BJPക്ക് ജനങ്ങൾ വോട്ട് കുത്തി. എന്നിട്ട് അവിടെ BJPക്കും കോൺഗ്രസിനും ഇടയ്ക്ക് വോട്ട് ഭിന്നിച്ചിട്ട് CPM ജയിക്കേണ്ടെന്നാണ് അവർ വെച്ചത്. അവർ BJPക്ക് വോട്ട് ചെയ്തു. അതുകൊണ്ടാണ് കടകംപള്ളി തോറ്റുപോയത്. അതുകൊണ്ടാണ് ശിവൻകുട്ടി തോറ്റുപോയത്. ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചത്. BJPക്ക് പ്രതീക്ഷിക്കാത്തൊരു സീറ്റ് പോലും വിജയം കിട്ടി. ഒന്നും ചുമ്മാതല്ല. ഹിന്ദുവിൻ്റെ രോഷമാണ്, ഹിന്ദുവിൻ്റെ പ്രതികാരമാണിത്. അങ്ങനെയാണ് CPM തോറ്റുപോയത്. അതിന് ജസ്റ്റ് ജമാഅത്തെ ഇസ്ലാമി എന്ത് കാണിച്ചു എന്നുള്ളത് മാത്രം നോക്കിയിട്ട് കാര്യമില്ല. കേരളത്തിലെ ഹിന്ദു മാറ്റി വോട്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ CPM തോക്കില്ലായിരുന്നു. ഹിന്ദു മാറ്റി വോട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് CPM തോറ്റതും കോൺഗ്രസ് ഇത്രയും വലിയ വിജയം ഉണ്ടായതും ഒപ്പം തന്നെ BJPക്കും വിജയം ഉണ്ടായതും. ഓക്കെ, ഇതുവരെ